എന്താ വല്ലാതിരിക്കുന്നത്? അച്ഛനെ അനുജത്തിമാരെയൊക്കെ വിട്ടു പോന്നോണ്ടാണോ? ഇരിക്കെ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. സാറോ? ഇത് ഓഫീസല്ല, ഇങ്ങോട്ട് ഇരിക്കേ. എന്തുവാടെ അവർ സംസാരിക്കുന്നേ? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുക. ആഹാ, ആദ്യ രാത്രിയിൽ ഏത് അമേരിക്കൻ പ്രസിഡന്റ് ആടേ? മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ പറയാറ്? പക്ഷെ എന്റെ കല്യാണക്കാര്യത്തിൽ ഐ പ്രപ്പോസ്ഡ് ആൻഡ് ഗോഡ് സെക്കൻഡഡ് എന്നേ പറയാൻ പറ്റൂ. എന്റെ സ്വപ്നത്തിലെ പെൺകുട്ടിയെ തന്നെ എനിക്ക് വധുവായിട്ട് കിട്ടി. സ്വപ്നത്തിലെ പെൺകുട്ടിയെ കിട്ടിയെന്ന് നമ്മുടെ പ്ലാൻ സക്സസ്. അത് പറയാറായിട്ടില്ല. ഇപ്പോഴും ഒരു ഇടിയുടെ മണം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതെന്റെ കൈകൊണ്ടായിരിക്കും. വിളച്ചിലെടുക്കല്ല. ചെറുപ്പം മുതലേ എനിക്ക് സംഗീതത്തിൽ വലിയ ഭ്രമമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ശ്രീമതിക്ക് ശാസ്ത്രീയ സംഗീതം അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. ഇന്ന് നമ്മുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ ദിനമാണ്. ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കേണ്ട ഒരു രാത്രി. ലതിക ഒരു പാട്ടുപാട്. പാട്ട് പാടാൻ പറയുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. സക്സസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കരുതാക്കടുത്ത് വളച്ചില്ലേ? കൊണ്ടോ ഈശ്വര, ഫസ്റ്റ് നൈറ്റിൽ തന്നെ എല്ലാം ബെസ്റ്റ് ആയിട്ട് ചളവായി. എന്താ നാണമായിട്ടാ? പതിയെ പാടിയാ മതി, ആരും കേൾക്കൂല. പാട് പാട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ വിളിയടേ. കുറിപ്പേട്ടൻ വിളിക്കാം. നീ വിളി. നമുക്ക് ഒരുമിച്ച് വിളിക്കാം. ഞാൻ ചാടണോടാ. കള്ളൻ കള്ളൻ. നീ എങ്ങോട്ടാ പോകുന്നത്? കത്തി കൊണ്ട് കിടക്കമുറിയിൽ വന്ന് ഒരു കള്ളൻ കത്തി കാണിച്ച് ഭയപ്പെടുത്തി എന്നെ ഇതുവരെ കൊണ്ടുവന്നു. കൃഷ്ണൻകുട്ടി കണ്ടതുകൊണ്ട് കള്ളൻ രക്ഷപ്പെട്ടു. കള്ളൻ അങ്ങോട്ട് ഓടി. കൃഷ്ണൻകുട്ടി എവിടെ? കള്ളനെ പിടിക്കാൻ കൃഷ്ണൻകുട്ടി ഇങ്ങോട്ട് ഓടിയിരിക്കുക. അറിയാ ഇനി വന്നേ, ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. നീ അത് ലാസ്റ്റ് നൈറ്റ് ആക്കല്ലേ. സാരമില്ല. ഓടാൻ പോയില്ലേ? ഇല്ല. മുറി കാണാതായപ്പോ ഞാൻ വിചാരിച്ചു. അതെ, എനിക്ക് നോടാനൊരു മൂഡ് തോന്നുന്നില്ല. ആരെങ്കിലും കാണും. കണ്ടാലെന്താ? നമ്മൾ കള്ളത്തിലൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇതൊക്കെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ചെയ്യുന്നതാ. നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ വിഷമിക്കാതെ, അവൻ ഇപ്പൊ വരും. ഇപ്പൊ സമയം എന്തായി? വലിയ കണ്ടീഷൻസും റൂളും ഒക്കെ പറഞ്ഞ ആളല്ലേ. ഇപ്പൊ രാവിലെയുള്ള ജോഗിങ് ഇല്ല, എക്സർസൈസ് ഇല്ല, യോഗാസനമില്ല, സമയനിഷ്ഠയില്ല. ഇക്കണക്കിന് പോയാൽ അവൻ പറഞ്ഞ കണ്ടീഷൻസ് അവൻ തന്നെ മറക്കും എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ മറക്കും. അന്നേ കാക്ക പറന്നു മലക്കും. പറന്ന് മലക്കുമല്ലടി, മലന്ന് പറക്കും. അയ്യോ, ഒരു വിറ്റ് കേട്ടിട്ട് എന്താ ഉച്ച ചിരിക്കാത്തെ? ഓ പിന്നെ ഈ വളിപ്പൊക്കെ പറഞ്ഞ് തന്നെ വിളച്ചിലെടുക്കല കേട്ടോ. അല്ല പിന്നെ പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളുടെ വിഷമം അറിയൂ. സത്യം പറഞ്ഞ ഈ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് എനിക്ക് വെപ്രാളവാ. അവന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. നീ എന്തിനു വെപ്രാളപ്പെടണം? അങ്ങനെയാണ് നിന്നെ കെട്ടി അന്ന് മുതൽ ഞാൻ എന്തുമാത്രം വെപ്രാളപ്പെടണം? കളിക്കല്ലേ? എന്നാ പിന്നെ ഇതെല്ലാം നിങ്ങളുടെ കൊലഷ്ടബുദ്ധിയാണെന്ന് ഞാൻ വിഷ്ണുവിനോട് തുറന്നു പറയട്ടെ. എടി മഹാഭാബി, എടി എന്നിട്ട് വേണം അവൻ എന്നെ തല്ലിക്കൊന്ന് കാലേ തൂക്കി കാലിലെറിയാൻ. സ്വന്തം അളിയന്റെ കൈ കൊണ്ട് ചത്തവനെന്ന ദുഷ്പേരും കേട്ട് കേട്ട് ഞാൻ ഈ ലോകത്ത് എത്ര കാലം ജീവിച്ചിരിക്കുവടി. എന്റെ അഴീക്കോട് ഭഗവതി. വിഷ്ണു വന്നു. എന്തുവാടി? വിഷ്ണു വന്നു എന്നോട് പറയരുതേ. ഞാൻ 1 മണിക്കൂർ ലേറ്റ് ആയി. ഒരു ചെറിയ പർച്ചേസിംഗ് നടത്തി കളയാന്ന് വിചാരിച്ചു. നന്നായി. എന്റെ സെലക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഓ, സ്നേഹപൂർവ്വം തരുന്നതിൽ എന്ത് സെലക്ഷൻ നോക്കാനാ? ഒരു കർച്ചീഫ് ആയിരുന്നാലും മതി. ഇത് കുറുപ്പേട്ടനും ചേച്ചിക്കുള്ളതാ. ലതിയെ, ഇതെല്ലാം എടുത്ത് മുറി കൊണ്ടുവന്ന് വെക്കേ. വന്നേ. ഇപ്പൊ എനിക്ക് ബോധ്യമായി, നിന്റെ അനിയൻ തന്നെ.
തേപ്പാട്ട് വേലിക്കുട്ടി ഭാഗവതർ. നമസ്കാരം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ദൂരദർശനിലൂടെ ഈ മുഖം ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അതിന് ഞാൻ ഇതുവരെ ആ വിഡ്ഢിപ്പെട്ടിയിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. എങ്കിലും നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. നല്ല മുഖപരിചയം. മാവേലി സ്റ്റോർ ക്യൂ നിൽക്കാൻ വരാറുണ്ടോ? കൃഷ്ണൻകുട്ടി, ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും കുറുപ്പേട്ട ആള് വളരെ ഡീസന്റാ. പാർവതി, ലതയെ വിളിച്ചോളൂ. ഈ കർണാടക സംഗീതം ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ എത്ര നാൾ വേണ്ടി വരും? ഒരു 2 മാസം? അല്ല, ഫീസ് വേണേ കൂടുതൽ തരാം. എന്റെ പൊന്നിയേട്ടാ, ഇതൊക്കെ ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, എങ്കിലും ഒന്ന് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇരുന്നോളൂ. പക്ഷേ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന് ജീവനാ. പക്ഷെ ഇവര് സംഗീതം പഠിക്കുന്നത് ഇവരുടെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരുടെ ഭർത്താവ് ഇത് അറിയാൻ ഇടവരരുത്. അറിഞ്ഞ മണൽപ്പരപ്പിൽ വീണ വെള്ളം പോലെയാണ് സംഗീതം. സംഗീതത്തിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. ഈ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളാച്ചൻ എന്ന രീതിയിലുള്ള സംഗീതവും പഠിപ്പിക്കുമല്ലോ. ഈ അരസികന്മാരുടെ സാന്നിധ്യം എനിക്ക് ബന്ധപ്പാടുണ്ടാക്കുന്നു. സോറി. തുടങ്ങാം. ചേർത്ത് പാടൂ. അല്ല, ശരിയാവുന്നില്ല, ഒട്ടും ശരിയാവുന്നില്ല. സംഗീതത്തിൽ തീരെ വാസനയില്ല. വാസന പോലും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. കീർത്തനങ്ങളൊക്കെ കേട്ട് പരിചയിക്കണം. കൃഷ്ണ നീ ബേഗനേ ബാരോ, കൃഷ്ണ നീ ബേഗനേ ബാരോ. വന്നു. ആര്? കൃഷ്ണൻ അല്ല, വിഷ്ണു. ഇവരുടെ ഭർത്താവ്. ഓ, ഹാർമോണിയം ഞാൻ കൊണ്ടുവയ്ക്കട്ടെ. ആഹാ, ഇതെന്തോ ഒരു പാട്ടും ബഹളവും ഒക്കെ. ലതിക പാടിയതാ. ഒരു പുരുഷ ശബ്ദമാണല്ലോ ഞാൻ കേട്ടത്. ഞാനും സഹായിച്ചു. ആ, അത് കൊള്ളാം. എന്നാ പിന്നെ ഞാനും കൂടെ കൂടാം. ഇന്ന് നമുക്കൊരു സംഗീത സായാഹ്നമാക്കി മാറ്റിക്കളയാം. ഇരിക്കില്ലതിയെ കുറുപ്പേറ്റം പാട്. അയ്യോ, കുറുപ്പേട്ട കുറുപ്പേട്ട എന്തു പറ്റി കുറുപ്പേട്ട? നേരിടാനാവാത്ത പ്രതിസന്ധികൾ വരുമ്പോ എനിക്ക് പ്രഷർ കൂടും, ഷുഗർ കുറയും. അലിക്ക, എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. നിനക്ക് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. കിട്ടാനുള്ള പണം മുഴുവൻ നാട്ടുകാരുടെ കൈപ്പെട്ട് കിടക്കുക. ഇനി അഥവാ നീ കാശ് തിരിച്ചടച്ചാൽ തന്നെ കേസിൽ നിന്ന് ഊരി പറയാൻ പറ്റില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നു. അവന്റെ സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിൽ ചില കള്ളത്തരങ്ങൾ അവതരിപ്പിക്കുക. എന്നിട്ട് നിനക്ക് അനുകൂലമായി അവനെ കൊണ്ട് കോടതി പറയിപ്പിക്കാം. അതിപ്പോ ഞാൻ എങ്ങനെയാ അത്? അതൊക്കെ പറഞ്ഞു തരാം. എന്നിട്ടും കാര്യങ്ങൾ നിനക്ക് അനുകൂലമല്ലെങ്കിൽ എന്താ വേണ്ടത് നമുക്ക് അപ്പൊ തീരുമാനിക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് കമ്പനി തരണമെന്ന് കൃഷ്ണൻകുട്ടിയുടെ ഓർഡറാ. ഞാനാ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞേ. ഇന്ദുവിനോട് സംസാരിച്ചിരിക്കുമ്പോഴാ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. ആ, എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഏതായാലും കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരൻ പാട്ട് പാടാനൊന്നും പറയുന്നില്ലല്ലോ, അല്ലേ ചേച്ചി? അതെ. ആരോ വന്നിരിക്കുന്നു. ആരാ? नमस्ते जी, നമസ്തേ. मेरा नाम अवतार सिंह है. विष्णु मेनन है. ഇല്ല, ഓഫീസ്. ഇംഗ്ലീഷ് സ്പീക്ക്. नो नो इंग्लिश, आई हिंदी. हाँ। मेनन जी की बीवी है ബി.വി. നോ, ആർ.വി. മേനൻ. क्या? ആർ.വി. മേനൻ. इनिशियल नहीं भाई, हाँ। बीवी, पत्नी, वाइफ. बुलाओ बुलाओ. അയ്യോ, ദോശ ഇഡലിയാണ് ഇവിടെ ഉണ്ട്. പുലാവ് ഇനി ഉണ്ടാക്കണം. बुलाओ नहीं, हाँ। बुलाओ. कॉल कॉल. ഓ, അത് ശരി, ഇപ്പൊ വിളിച്ചോണ്ടുവരാം. ഹായ്. വിഷ്ണുവിന്റെ അവതാരം വന്നിരിക്കുന്നു. അവതാരമോ? ആ, ഒരു ഹിന്ദിക്കാരൻ. ഹിന്ദിയെ പറയൂ. ലതികയെ കാണണമെന്ന് ചെല്ലു. അയ്യോ, എന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അത് വളരെ എളുപ്പമല്ലേ, ഞാനിപ്പോ സംസാരിച്ചല്ലേ ഉള്ളൂ. ചെല്ലു. എനിക്ക് പേടിയാ. ചേച്ചി എന്നാളെ പറഞ്ഞുവിടെ. എങ്ങോട്ടാ? അവിടെ നില്ല്. നേരെ ചൊവ്വേ മലയാളം പോലും സംസാരിക്കാൻ അറിയത്തില്ല. ഒരു പുതിയ അവതാരം. വെളച്ചിലെടുക്കല്ലേ? ഇന്ദുവിന് ഹിന്ദി അറിയാലോ. ഒന്ന് ചെന്ന് സംസാരിക്കേ. അയ്യോ,
അയാള് ലതികയെ കാണണമെന്ന് പറയുമ്പോ ഞാൻ ചെന്നാൽ എങ്ങനെയാ? ഒന്ന് വേഗം ചെല്ലു പെങ്കൊച്ചെ, ഇല്ലേ അവതാരം ഞാൻ അടുക്കളയിൽ കയറും. കൂട്ടത്തിൽ വിഷ്ണുവും കൂടെ വന്ന ആകെ ചളമാകും. ഒന്ന് വേഗം പൊക്കോ. ഭാബീജി! എന്തൊരു അലർച്ച. ഒന്ന് വേഗം പൊക്കോ. പോ. अरे नमस्ते भाभी जी। नमस्ते जी। मेनन का सिलेक्शन तो बहुत अच्छा है। नहीं, मैं मेनन की बीवी। मुझे सब मालूम है, मेनन ने मुझे सब बता दिया। आप ही मेनन की 7 कंडीशंस को पूरा करने के काबिल है। मैरिज के समय मैं कलकत्ते में था। ഇതുവരെ എന്തുവാ പറഞ്ഞേ? കല്യാണ സമയത്ത് ഇദ്ദേഹം കൽക്കട്ടയിലായിരുന്നു. എന്തിന് കൽപ്പറ്റയാക്കണം? വല്ല കാഠ്മണ്ഡുവിലെ ചെറാപ്പുഞ്ചിലോ കെട്ടിയെടുക്കാൻ പറ. മനുഷ്യനെ പേടിപ്പിക്കാൻ क्या क्या? कुछ नहीं। अच्छा अच्छा अच्छा, दिल्ली में मैं और विष्णु साथ में रहते थे। मेरे बारे में आपको बताया नहीं? हाँ, बहुत बताया। अच्छा अच्छा, हाँ भाभी जी मेरी तरफ से आपके लिए एक छोटा सा तो। जी शुक्रिया। हाँ, 1 मिनट मैं विष्णु से बात कर सकता हूँ? ബാത്റൂം അവിടെ ഉണ്ട്. अयो, फोन ചെയ്യാൻ. ഫോൺ ഇവിടെ ഉണ്ട്. बात कर सकता हूँ? ഓ ശക്തി ശക്തി. आप जाइए। हेलो विष्णु मेनन। मैं अवतार सिंह बोल रहा हूँ। कौन? अवतार? अच्छा, किधर से? हाँ हाँ भाई, तुम्हारे घर से। अरे विष्णु, मैं आज सुबह की फ्लाइट से आया हूँ भाई। अरे नहीं नहीं, तुम्हारी पत्नी अच्छी तरह हिंदी बोल लेती है। हाँ, अच्छा, तुम उधर ही बैठो, मैं अभी आया। आज हम तुम्हारे साथ खाना खाएगा। फिर बोलो यार, क्या क्या समाचार है? हाँ, तुम 1 मिनट फोन लतिका को दे दो। हाँ यार, मेरी पत्नी। एक मिनट, आपसे बात करना चाहता है। विष्णु भाई हाँ, बात कीजिए ना। लीजिए। अरे അവതാരം ഹലോ. ബ്യൂട്ടിഫുൾ പ്ലേസ്. किधर? അതെ വിഷ്ണുട്ടാ. കായൽ സീ ലേക്ക്. पैकेट। അതെയോ? ആ, ആ അവതാരം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ആ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവതാരം ഉണ്ടാവും. കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് കരുതണം. ഞാൻ അങ്ങോട്ട് വരാം. ശരി വിഷ്ണുട്ടാ. എന്താ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കണം? അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. എനിക്ക് വയ്യ. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എങ്ങോട്ടായി പോണേ? ഞാനേ ഹാഫ് ഡേ ലീവ് എടുക്കുക. ആ. ആഹാരം വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുന്നു. നന്നായി. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഈ ലെറ്റേഴ്സ് ഒക്കെ ഡെസ്പാച്ച് സെക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച്. അങ്ങനെ ഇപ്പൊ ഒരുമിക്കണ്ട. BG കുറുപ്പേട്ടൻ സ്പീക്കിംഗ്. ഞാനാ കൃഷ്ണൻകുട്ടി. എന്താ അവിടെ പ്രശ്നം? കാര്യം ഗുരുതരം, പ്രശ്നം നിസാരം. अरे भाभी जी, भाई केरल बहुत ही सुंदर जगह है। ഇവിടെ അടുത്ത് തന്നെ बहुत ही ഉണ്ട്. सुंदर। എത്രയും വേഗം ഇതിനെ ഇവിടുന്ന് കെട്ടിയെടുത്തില്ലെങ്കിലേ ഇവിടെ സർവത്ര വശക്കേട് നാശക്കോട്ടയും ആകും. ഓ, സാധനം ചിരിക്കുവാ. അയ്യോ, ചേട്ടൻ ഒരു കാര്യം ചെയ്യ്. വിഷ്ണുവാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് ഫോൺ സർദാർജിയുടെ കയ്യിലൊന്ന് കൊടുക്ക. അവതാരമേ, क्या? വിഷ്ണു अच्छा സ്പീക്കിംഗ്. अच्छा, विष्णु भाई। हाँ। हाँ। അയ്യോ, हेलो, हाँ बोल यार। हेलो, हाँ कौन? अवतार। हाँ, अभी मेरा एक क्लाइंट इधर आने वाला है, इसलिए मैं उधर नहीं आ सकता. ऐसा करो, तुम इधर आओ. यू कम टू माई ऑफिस. अच्छा, मैं अभी आता हूँ। विष्णु बोला मैं ऑफिस जाके उससे मिल लूँ, कोई गेस्ट आया है। ഇതെന്തുവായി പറഞ്ഞ്? നമ്മൾ രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിഷ്ണു. വിഷ്ണു അല്ല, കൃഷ്ണൻ. ഏ? അതെ, വിഷ്ണുവിന്റെ അവതാരമല്ലേ കൃഷ്ണൻ. ഗോ ടു ഓഫീസ് ജി, എളുപ്പം ജി. कुछ नहीं, ये आपको ऑफिस जल्दी जाने को बोलते हैं. अच्छा, नमस्ते जी। ഓം ശക്തി ശക്തി. हाँ, आपको भी नमस्ते।